ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കണ്ടുപിടുത്തം മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിച്ച, മനുഷ്യന്റെ ജീവിതശൈലികളെ തന്നെ മാറ്റിമറിച്ച ഒന്നിനെ കുറിച്ചാണ്. വേറെ ഒന്നുമില്ല, തീ. ഹലോ ഫ്രണ്ട്സ്, 26 ഇലക്ട്രോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒരു ശത്രുവിനെ പോലെയൊക്കെ വന്ന് ഡവ് ഭയപ്പെടുത്തി, പിന്നീട് ഒരു മിത്രത്തെ പോലെയൊക്കെ ഇണങ്ങിയത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കണ്ടറിയാൻ സാധിക്കും. തീ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ വളരെ അനിവാര്യ ഘടകമാണെന്ന് നമുക്കറിയാലോ. പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കാൻ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കില്ല, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക്. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഭക്ഷണം പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത കാലം അറിയാലോ. അതുകൊണ്ട് തീയുടെ അനിവാര്യമായ പ്രത്യേകത ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അതായത് തീയുടെ അനിവാര്യത ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. മാത്രമല്ല, തീയുടെ നിയന്ത്രണം മനുഷ്യരാശിയുടെ ആകൃതിയിലേക്കുള്ള പാതയിലേക്ക് നയിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഇപ്പോൾ ആർക്കും പറയാനൊന്നും പറ്റില്ല, ഉള്ള കാര്യമാണ് പറയണത്. തീയുടെ കണ്ടുപിടുത്തവും ആയുധങ്ങളുടെ കണ്ടുപിടുത്തവും ഒരുപോലെ തന്നെയാണ്. ആരും എപ്പോൾ എങ്ങനെ ഒരു പിടുത്തില്ല. ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കൂടി വഴിയില്ല. ഒരുപക്ഷെ മിന്നലുകളായിരിക്കും തീയുടെ യഥാർത്ഥ ഉറവിടമെന്ന് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്, ചരിത്രകാരന്മാർ പറയണത്, ഞാനല്ല. തലമുറകളവർ ഇത് തന്നെയായിരിക്കും അവർ വിശ്വസിച്ചിട്ടുണ്ടാവുക, ഒന്നും പറയാൻ പറ്റില്ല. B.C.E 5 ലക്ഷത്തിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന പെക്കിൻ മാൻ എന്ന് പറഞ്ഞ ആളുകളാണ് ആദ്യമായിട്ട് തീ ഉപയോഗിച്ചിരുന്നതാണ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായത്. എന്നാൽ 1951 കെനിയയിലും 1988 ദക്ഷിണാഫ്രിക്കയിലും കണ്ടെത്തിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഹോമിനോയിഡുകൾ ആദ്യമായി നിയന്ത്രിച്ച തീയുടെ ഉപയോഗം 1,42 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ്. അപ്പം ആലോചിച്ച് നോക്കിയാൽ എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ അന്ന് കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. തീയെ പുനർനിർമ്മിക്കാനുള്ള വിദ്യ വശമില്ലാത്ത കാരണം ആദ്യ നാളുകളിൽ തീജ്വാല അണയാതെ സൂക്ഷിച്ചത്. അതായത് തീ ഇപ്പോൾ എവിടെന്നെങ്കിലും കുറച്ച് തീ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കെടാണ്ട് സൂക്ഷിക്കും. രാവിലെയൊക്കെ അത് കത്തിയോടെ കിടക്കും, എവിടെയെങ്കിലും കത്തിച്ചുകൊണ്ടിടും. രാത്രി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തും, അത്ര തന്നെ. കാരണം അവർക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും തീ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. കാലം കഴിയുന്നതോറും തീയോടുള്ള ഭയം അവന് കുറഞ്ഞു വന്നു. സ്വാഭാവികം, നമുക്ക് ആരോടായാലും കുറച്ചാൾ കഴിയുമ്പോൾ ഒരു പേടിയൊന്നും ഇല്ലാണ്ടാവും. ഇത് തീ നിർമ്മിക്കാനുള്ള പ്രയത്നത്തിലേക്ക് അവനെ നയിച്ചിരിക്കുക, മനസ്സിലായില്ലേ? തീ ഉണ്ടാക്കാൻ അപ്പോഴാണ് അവന് തോന്നിയിട്ടുള്ളൂ. പൈററ്റ്സുകളും ഫ്ലിൻറ്റുകളും തമ്മിൽ കൂട്ടിയുരച്ചാൽ, അതായത് പൈററ്റ്സ് എന്ന് പറയുന്ന സംഭവം ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു മണൽത്തരിയാണ്. ഇത് ഗോൾഡൻ കളറായ കാരണം തന്നെ ഇതിന് വിഡ്ഢിയുള്ള സ്വർണ്ണം എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കെമിക്കൽ നെയിം പറയുകയാണെങ്കിൽ അയോൺ സൾഫേറ്റ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പൈററ്റ്സുകളും ഫിൻറ്റുകളും കൂട്ടി ഉരയ്ക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂട് കൊണ്ട് തീ ഉണ്ടാക്കാമെന്ന് അവർ പഠിച്ചു. അപ്പോൾ ആദ്യമായിട്ട് തീ മനുഷ്യനുണ്ടാക്കിയത് ഇങ്ങനെയാണെന്നാണ് വിശ്വസിച്ച് നമ്മൾ പോരുന്നത്. അറിയില്ല, പണ്ട് നടന്ന കാര്യം. അന്നൊന്നും CCTV ക്യാമറ സാറ്റലൈറ്റ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ, അപ്പം അങ്ങനെ വിശ്വസിക്കാം. തീ നിയന്ത്രിക്കാൻ പഠിച്ച ആദ്യത്തെ മനുഷ്യന് അവന് ആവശ്യമായ ഊഷ്മളത നിലനിർത്തുവാനും ഭക്ഷണം പാകം ചെയ്യാനും വേട്ടക്കാരെ രാത്രിയിൽ അകറ്റി നിർത്തുവാനൊക്കെ സാധിച്ചു. ഭക്ഷണം ഉണ്ടാക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ തീ ഒരു ഊഷ്മളത തരും. പിന്നെ വേട്ടക്കാരെ രാത്രിയിൽ നിന്ന് അകറ്റി നിർത്താനും സഹായിച്ചിട്ടുണ്ടാവും. അതുവരെ വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ വസിക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യന് തീയുടെ കടന്നുവരവിന് ശേഷം തണുപ്പിനെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കിയെന്ന്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. മൃഗങ്ങളെ ശത്രുക്കളെയോ ഒളിവിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവർ കൺട്രോൾഡ് ആയിട്ടുള്ള ഫയർ ഡ്രൈവുകൾ ഉപയോഗിച്ചു. മനസ്സിലായില്ലേ? പോച്ച് പുറത്ത് അടിക്കാന്നുള്ള പരിപാടി സംഭവം തന്നെ. ചുറ്റിനും തീ ഇടുക, അത് കഴിഞ്ഞിട്ട് അവരെ പുറത്തേക്ക് എടുക്കുക, പിടിക്കുക. ഒന്നുകിൽ അതിൽ തന്നെ ചിലപ്പോൾ ഈ ചെറു ജീവികളൊക്കെ അതിൽ തന്നെ പെട്ട് ചത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആ മാംസം എടുത്ത് അവർ കഴിക്കും. നമ്മൾ മുന്നേ ഏത് ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വനം, മേച്ചിൽപ്പാടം, കൃഷിസ്ഥലങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും നശിപ്പിക്കുന്നതിനും നിയന്ത്രിത തീ അവർ ഉപയോഗിച്ചു. സംഭവം ഇപ്പം ഇന്നും യൂസ് ചെയ്യുന്നുണ്ട്. പല പാടങ്ങളും നമ്മൾ കത്തി പോകുന്നത് കണ്ടിട്ടുണ്ട്. ആര് തീയിടുന്നത് എന്താണെന്ന് അറിയില്ല. പണ്ട് ഫയർഫോഴ്സ് ഒന്നും ഉണ്ടായില്ല, ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് കെടുത്തും. അതൊക്കെ അത്ര തന്നെ. തീ മണ്ണിൻ്റെ സാധ്യതകൾ നശിപ്പിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടെ തീയുടെ ദോഷവും അവർ ഉൾക്കൊള്ളാൻ പഠിച്ചു. ഇപ്പോഴും തീയിട്ടുണ്ടെങ്കിൽ ആ മണ്ണിനത് പണി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ തീയുടെ ദോഷമുണ്ടെന്ന് ആളുകൾ പഠിച്ചു. പതിയെ തീയിലൂടെ ലോഹങ്ങൾ ഉരുക്കുവാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞവർ ശിലായുഗത്തിൻ്റെ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യരാശിയെ പാകപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇത്ര നാളും കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണെന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ടായത്. പിന്നെ എങ്ങനെയാണോ ഈ ലോഹങ്ങൾ ഉരുക്കാന്നുള്ളത് മനസ്സിലായത്. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഇത് പണ്ടുള്ള ഡാക്കൾ എങ്ങനെയാണ് ഈ പറയണ ഇരുമ്പും കോപ്പറൊക്കെ കണ്ടുപിടിച്ചത്.
എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്നിട്ട് ഇത് കണ്ടുപിടിക്കുക മാത്രമല്ല തീയിൽ ഉരുക്കിയെടുക്കണം. എത്ര സെൻറ്റിഗ്രേഡിൽ അത് ഉരുക്കിയെടുത്തു. സമ്മതിക്കണം അവരെയൊക്കെ. ആര് കണ്ടുപിടിച്ച അവസ്ഥ. ആധുനിക മനുഷ്യൻ ഇന്ന് ആറ്റങ്ങൾ പോലും വിഘടിപ്പിച്ച് തീ ഉണ്ടാക്കുന്നു. തീയല്ല ബോംബുണ്ടാക്കണേ, അന്നാലും തീ വരുമല്ലോ. ഈ സാഹചര്യത്തിൽ അന്ന് തീ നിർമ്മിക്കാനും നിയന്ത്രിക്കാനും ഒരു സമൂഹം എത്രത്തോളം ബുദ്ധിമുട്ടിണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഇന്ന് നമുക്കൊരു തീപ്പെട്ടികൾ ഉരച്ചാൽ നമുക്ക് തീ കിട്ടും. അപ്പോൾ പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു കൗതുകത്തോടെ മാത്രമേ നോക്കി നിൽക്കാനും കേൾക്കാനൊക്കെ സാധിക്കുമോ? അല്ല, ഇനി എപ്പോഴെങ്കിലും നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? പറ്റാന്ന് വെച്ചാൽ അവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പം ഞാനൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തീപ്പെട്ടി വാങ്ങിയിട്ട് ഞാൻ പോവും. ഇടാക്കൾക്ക് കൊടുത്ത് ഇടാക്കളിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റുന്നിടത്തോളം എറിച്ച് നമുക്ക് ഒപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകണില്ല. അവരൊന്നും പൈസയും കിട്ടാൻ പോകണില്ല, സ്വർണം കിട്ടാൻ പോകണില്ല. കിട്ടാൻ പോകണത് എന്താ, കുറച്ച് ഇറച്ചി കിട്ടും. ആ സാധനം ഫ്രീ ആയി കിട്ടുന്ന സംഭവമല്ലേ, വാങ്ങിച്ചു കൊണ്ടുവരാൻ. നല്ല ഫ്രഷ് സാധനമായിരിക്കും കാട്ടിറച്ചി. അത് വാങ്ങിച്ചങ്ങോട്ട് പോരുക. പോകാൻ പറ്റുന്ന കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പോകാൻ പറ്റുന്ന വെച്ചാൽ അപ്പോൾ നമുക്കെന്തായാലും പോകാൻ പറ്റില്ല, സോ പോകണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ബായ്. എല്ലാവരോടും ബായ്.